ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവിധ തരം ട്രേഡിംഗ് മെത്തേഡുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ മെത്തേഡ് സ്കാൽപ്പിംഗ് ട്രേഡിംഗ്, രണ്ടാമത്തേത് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്, മൂന്നാമത്തേത് സ്വിംഗ് ട്രേഡിംഗ്, നാലാമത്തേത് റീട്രേസ്മെൻറ്റ് ട്രേഡിംഗ്. ഇതിലൊന്നും വരാത്ത ഒരു വകുപ്പാണ് ട്രേഡിംഗ് അല്ലാതെ ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയായ സ്കാൽപ്പിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ഒരു ദിവസം തന്നെ അനേകം പ്രാവശ്യം ട്രേഡ് എടുക്കുകയും വളരെ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിംഗ് ട്രേഡിംഗ്. വളരെ വലിയ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും ട്രേഡിനായിട്ട് എടുക്കുക. വളരെ കൂടിയ ലീവറേജും സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വളരെ കൂടിയ ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ എക്സിറ്റ് ആവുകയും ചെയ്യും. വളരെ അഗ്രസീവായ ട്രേഡേഴ്സാണ് സ്കാൽപ്പേഴ്സ്. സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരെ സ്കാൽപ്പേഴ്സ് എന്നാണ് പറയുക. ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നല്ല നോളജ് ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ. അതുകൂടാതെ തന്നെ മൊമെൻറ്റം ഇൻഡിക്കേറ്റർ വലിയ രീതിയിൽ അവർ ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കും. സ്റ്റോക്കാസ്റ്റിക്, മൂവിംഗ് ആവറേജ്, കൺവേർജൻസ്, ഡൈവേർജൻസ്, അതായത് നമ്മൾ MACD അല്ലെങ്കിൽ MACD എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതായത് RSI എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് സ്കാൽപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഒരു ദിവസം തന്നെ 10 അതിൽ കൂടുതലോ ട്രേഡ് എടുക്കുകയും ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ട്രേഡേഴ്സാണ് സ്കാൽപ്പേഴ്സ്. അഡീഷണൽ ഇൻഫോർമേഷൻസിന് വേണ്ടി അല്ലെങ്കിൽ അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടി മൂവിംഗ് ആവറേജും ബോളിഞ്ചർ ബാൻഡ്സും പിവോട്ട് പോയിൻറ്സും ഇവർ യൂസ് ചെയ്യാറുണ്ട്. സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വ്യൂസിന് ഓപ്പോസിറ്റ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ വലിയ ലോസ് വരാനുള്ള സാധ്യത ഈ ട്രേഡിംഗ് മെത്തേഡിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിലുള്ള നോളജ്, ടെക്നിക്കൽ അനാലിസിസ് നോളജ്, ന്യൂസ് അപ്ഡേറ്റ്, മൊത്തത്തിലുള്ള മാർക്കറ്റ് വാച്ച് ചെയ്യാനുള്ള കഴിവ്, ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ പറ്റിയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് എല്ലാം ഈ ട്രേഡിങ്ങിന് ആവശ്യമാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ട്രേഡിംഗ് ആണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. വളരെ ശക്തമായ ഒരു ട്രേഡിംഗ് മെത്തേഡാണിത്. ഈ മെത്തേഡിന് ഏറ്റവും ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ: 1 സപ്പോർട്ട്, 2 റെസിസ്റ്റൻസ്. അതുകൂടാതെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി നല്ല നോളജും ഉണ്ടായിരിക്കണം. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു സ്റ്റോക്ക് താഴേക്ക് പോവുകയാണ് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു സെൽ ട്രേഡ് എടുക്കുന്നവരാണ് ഇക്കൂട്ടർ. അതായത് ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ഉടനെ തന്നെ ഒരു എൻട്രി എടുക്കുന്നവർ. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ സെൽ എൻട്രി ആണ് അവരെടുക്കുക. കൂടുതൽ താഴേക്ക് സ്റ്റോക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലുള്ള എൻട്രി. അതുകൂടാതെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ മുകളിലുള്ള പോയിന്റിൽ ഒരു ബൈ എൻട്രി എടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുന്ന ട്രേഡിംഗ് മെത്തേഡാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. ഇത് കൂടാതെ തന്നെ ഒരു ദിവസത്തെ ക്യാൻഡിൽ മൊത്തത്തിൽ വാച്ച് ചെയ്യും. ആ ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബൈ എൻട്രിയും, തലേ ദിവസത്തെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു സെൽ എൻട്രിയും എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയും ഇതിൽ നിലവിലുണ്ട്. മറ്റ് ചിലർ ബ്രേക്ക് ഔട്ടിനായിട്ട് ആശ്രയിക്കുന്നത് 1 അവർ ചാർട്ടാണ്. അതായത് 1 മണിക്കൂറിൽ ഏറ്റവും കൂടിയ പ്രൈസിൻ്റെ മുകളിൽ സ്റ്റോക്ക് പ്രൈസ് പോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു ബൈ എൻട്രിയും, അതുപോലെ തന്നെ 1 അവർ ചാർട്ടിൽ പ്രീവിയസ് ചാർട്ടിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴേക്ക് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സെൽ എൻട്രിയും എടുക്കുന്നവർ. ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ടൈം ഫ്രെയിമിനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും ഇതിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എല്ലാം ഒന്ന് തന്നെ. ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ഇൻട്രാഡേ ട്രേഡിംഗ് ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെയൊക്കെ ട്രേഡിംഗ് പീരീഡ് നീണ്ടു നിന്നേക്കാം. മൂന്നാമത്തെ ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് സപ്പോർട്ടിനെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചുമുള്ള കറക്റ്റ് ആയിട്ടുള്ള നോളജാണ്. ഒരു സ്റ്റോക്ക് സപ്പോർട്ട് ലെവലിൽ വരുമ്പോൾ ആ സ്റ്റോക്ക് ഓവർ സോൾഡ് ലെവലിൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ് RSI. 30-ന് താഴെ അല്ലെങ്കിൽ 30 ആ റേഞ്ചിലാണെങ്കിൽ ഒരു സ്റ്റോക്ക് ഓവർ സോൾഡ് ലെവലിലാണ് എന്ന് പറയാം. അതായത് കൂടുതലായിട്ട് സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞു, ഇനി
വാങ്ങാനുള്ളവർ കൂടുതലായിട്ട് ആ സ്റ്റോക്കിലേക്ക് വരണം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവലെത്തിയ സ്റ്റോക്ക് ഓവർ ബോട്ട് ആയി എന്ന് പറയാം. അതായത് ഒരുപാട് പേര് ആ സ്റ്റോക്ക് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി അവർ വിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ട്രേഡ് ചെയ്യുന്നവരാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല, മറിച്ച് നമുക്കതൊരു ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയാം. ഒരാഴ്ച മുതൽ ഒരു മാസം വരെ സ്വിംഗ് ട്രേഡിംഗ് നീണ്ടു നിന്നേക്കാം. കറക്റ്റായിട്ട് സപ്പോർട്ടിലെത്തുമ്പോൾ ബൈ ചെയ്യുകയും അത് റെസിസ്റ്റൻസിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. എപ്പോഴാണോ റെസിസ്റ്റൻസിൽ എത്തുന്നത് അപ്പോൾ മാത്രം വിറ്റൊഴിവാക്കുന്ന സ്ട്രാറ്റജിയാണ് സാധാരണയായിട്ട് ഇവർ ഫോളോ ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. സ്വിംഗ് ട്രേഡിംഗ് താരതമ്യ സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് എന്ന് പറയാം. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്യാൻഡിൽസ് 1 ഡേ ക്യാൻഡിലാണ്. അതുകൂടാതെ തന്നെ ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, ട്രിപ്പിൾ ബോട്ടം, ട്രിപ്പിൾ ടോപ്പ് ഇങ്ങനെയുള്ള പാറ്റേണുകളെക്കുറിച്ചും നന്നായിട്ട് അറിവുണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിലും സ്വിംഗ് ട്രേഡിങ്ങിലും സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ ഹൊറിസോണ്ടൽ ലൈനിന് പകരം ട്രെൻഡ് ലൈൻ കൂടി ഉപയോഗിക്കാറുണ്ട്. ഇത് ഏറ്റവും ശക്തമായത് ഹൊറിസോണ്ടൽ ലൈനാണ്. പക്ഷേ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കും അല്ലെങ്കിൽ താഴേക്ക് പോകുന്ന സ്റ്റോക്കും കറക്റ്റായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ലൈനിൽ കിട്ടിയില്ല എങ്കിൽ അതിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാറാണ് പതിവ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ട്രേഡ് എടുക്കും. അതുപോലെ തന്നെ ട്രെൻഡ് ലൈനെ സപ്പോർട്ടും റെസിസ്റ്റൻസുമായി കൺസിഡർ ചെയ്ത് സ്വിംഗ് ട്രേഡേഴ്സും ട്രേഡ് എടുക്കും. അടുത്ത ഒരു ട്രേഡിംഗ് മെത്തേഡാണ് റീട്രേസ്മെൻറ്റ് ട്രേഡിംഗ്. നമുക്കറിയാൻ പറ്റും, ഒരു സ്റ്റോക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വളരെ പോസിറ്റീവായിട്ടൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അന്നത്തെ ദിവസം ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അന്നാണ് ഏറ്റവും കൂടുതൽ ആ സ്റ്റോക്കിന് മൊമെൻറ്റം ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ആ സ്റ്റോക്കിൽ വരിക അന്നാണ്. അതായത് ആ ദിവസം തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വോളിയൂം അപ്പിയർ ആയിട്ട് കാണുക. നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ആദ്യത്തെ ദിവസത്തെ അത്ര മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ ദിവസം വീണ്ടും മൂവ്മെൻറ്റ് കുറയുന്നു. അതായത് പോസിറ്റീവ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിലും ക്യാൻഡിലിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരും. വലിപ്പം കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അവിടെ ബയ്യേഴ്സ് കുറയുന്നു, സെല്ലേഴ്സ് കൂടുന്നു എന്നുള്ളതാണ്. കമ്പാരിറ്റീവ്ലി വോളിയവും കുറഞ്ഞു വരും. ചിലപ്പോൾ ചില സ്റ്റോക്കുകൾക്ക് ഒരു ദിവസം ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടായിട്ട് പിറ്റേ ദിവസം മുതൽ ബിയറിഷ് ക്യാൻഡിൽസ് അപ്പിയർ ആകാൻ തുടങ്ങും. ഇങ്ങനത്തെ ചാൻസ് സൂക്ഷ്മതയോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റ് വാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡാണ് റീട്രേസ്മെൻറ്റ് ട്രേഡിംഗ്. ഇതുപോലെ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് തീർച്ചയായും താഴേക്ക് വരും. ഏത് ലെവലിൽ നിന്നാണോ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോയത്, കുറേ സ്റ്റോക്കുകൾ ആ ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മെജോറിറ്റി സ്റ്റോക്കും അത് ഏത് ലെവലിൽ നിന്നാണോ മൂവ്മെൻറ്റ് ആരംഭിച്ചത്, ഏത് ലെവലിലാണോ മൂവ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്, ഈ രണ്ട് പ്രൈസിൻ്റെയും മിഡിലിൽ ഉള്ള പ്രൈസ്, ഏകദേശം 50% അല്ലെങ്കിൽ നടുക്കുള്ള പ്രൈസ് എന്ന് പറയും. നടുക്കുള്ള പ്രൈസിലേക്ക് വന്ന് ഒരു പക്ഷേ അത് 50% അല്ലെങ്കിൽ 68% ഈ രീതിയിൽ താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും കയറിപ്പോയി നേരത്തെ ഉണ്ടായിരുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തിരിച്ചും താഴേക്ക് പോകുന്ന സ്റ്റോക്കുകൾ, അതായത് ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും കുത്തനെ താഴേക്ക് പോവുകയല്ല ചെയ്യുന്നത്. കുറച്ച് താഴേക്ക് പോകും, എന്നിട്ട് അതൊന്ന് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് പോകും. ഈ താഴേക്ക് പോക്കിന് നേരത്തെ ലോ എവിടെയാണോ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ട്രേഡ് എടുക്കുന്ന ട്രേഡേഴ്സാണ് റീട്രേസ്മെൻറ്റ് ട്രേഡേഴ്സ്. ഈ ട്രേഡിങ്ങിനെ റീട്രേസ്മെൻറ്റ് ട്രേഡിംഗ് എന്നാണ് പറയുക. വളരെ ശക്തമായ ഒരു ട്രേഡിംഗ് മെത്തേഡാണിത്. സാധാരണഗതിയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രി ചെയ്യുകയാണ് പതിവ്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ആ സ്റ്റോക്ക് 10%, 20% മുകളിലേക്ക് പോയിട്ടുണ്ടാവാം. ആ ഒരു പൊസിഷനിലാണ് എൻട്രി ചെയ്യുക. പിന്നെ അടുത്ത ദിവസം തൊട്ട് സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ നമ്മളത് ലോസിൽ വിൽക്കുകയും ചെയ്യും. ഈ ഒരു സംഭവം ഒഴിവാക്കാനാണ് റീട്രേസ്മെൻറ്റ് ട്രേഡിംഗ് ഉപയോഗിക്കുന്നത്. റീട്രേസ്മെൻറ്റ് ട്രേഡേഴ്സ്
ഒരിക്കലും പോസിറ്റീവ് ന്യൂസുള്ള സ്റ്റോക്കുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രി ചെയ്യില്ല. മറിച്ച് ആ സ്റ്റോക്ക് വാച്ച് ചെയ്യും. അത് താഴേക്ക് വരുന്ന മൂവ്മെൻറ്റ് വാച്ച് ചെയ്യും. മാക്സിമം താഴേക്ക് വരാൻ അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് തിരിഞ്ഞ് കയറുന്നത് വോളിയം അവിടെ ഇൻക്രീസ് ആകും. കൂടുതൽ ആൾക്കാർ ആ സ്റ്റോക്കിലേക്ക് വാങ്ങാനായിട്ട് വരും. അങ്ങനെ മുകളിലേക്ക് തിരിഞ്ഞ് കയറുന്ന സമയത്ത് കൺഫേം ആയി കഴിഞ്ഞതിന് മാത്രം, ശകലം കയറിയാലും വേണ്ടില്ല, കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം എൻട്രി ചെയ്യും. ബൈ എൻട്രി ആയിരിക്കും എടുക്കുക. ഇങ്ങനെയുള്ള ട്രേഡിങ്ങിൽ 2 തരത്തിലുണ്ട്. ബൈ എൻട്രി എടുക്കും, അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന സ്റ്റോക്ക് റീട്രേസ്മെൻറ്റ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ അവരവിടുന്ന് താഴേക്ക് പോകുന്ന കാണുമ്പോൾ സെൽ എൻട്രി എടുക്കും. 4 തരം, പ്രധാനപ്പെട്ട 4 തരം ട്രേഡിംഗ് മെത്തേഡുകൾ നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. 5ാമത്തെ ട്രേഡിംഗ് അല്ല, 5ാമത്തേത് ഇൻവെസ്റ്റിംഗ് മെത്തേഡാണ്. ഈ ഇൻവെസ്റ്റിംഗ് മെത്തേഡ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയ കമ്പനികളിൽ കറക്റ്റ് ടൈമിൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനികളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ ഈ കറക്റ്റ് ടൈം എന്നുള്ളത് വളരെയധികം ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതായത് മന്ത്ലി ചാർട്ടിൽ സപ്പോർട്ട് വന്നു കഴിയുമ്പോൾ, അതല്ല എങ്കിൽ ട്രെൻഡ് ലൈൻ ചാർട്ടിൽ സപ്പോർട്ട് വന്നു കഴിയുമ്പോൾ മാത്രം ബൈ എൻട്രി എടുക്കുക എന്നുള്ളതാണ് പോസിബിളായിട്ടുള്ള കാര്യം. മന്ത്ലി ചാർട്ടിൽ ചിലപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ പോലും വീക്ക്ലി ചാർട്ടിലോ ഡെയിലി ചാർട്ടിലോ നമുക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബൈ എൻട്രി എടുക്കുക എന്നുള്ള മെത്തേഡാണ് ഇൻവെസ്റ്റേഴ്സ് അവലംബിക്കേണ്ടത്. തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്ക് 100% ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സ്റ്റോക്കാണെങ്കിൽ അഥവാ അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയാലും തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെഗറ്റീവ് ന്യൂസോ കാര്യങ്ങളോ ഒന്നും സ്റ്റോക്കിലുണ്ടാകരുത്. സാധാരണഗതിയിലുള്ള ട്രേഡിങ്ങിൽ സംഭവിക്കാവുന്ന ഉയർച്ച താഴ്ചകളെ സ്റ്റോക്കിലുണ്ടാകാവുള്ളൂ. ഇൻവെസ്റ്റേഴ്സ് സാധാരണയായിട്ട് ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസിനെ കഴിഞ്ഞാൽ അവർ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ആ കമ്പനിയുടെ ക്വാളിറ്റിയാണ്. അങ്ങനെയുള്ള കമ്പനിയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ എൻട്രി നിലനിർത്തും. ഏറ്റവും കുറഞ്ഞത് 1 വർഷമാണ് നിലനിർത്തുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിറ്റൊഴിവാങ്കിലും മിക്കവരും 4, 5, 10, 15 വർഷം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇവർക്ക് ബോണസ്, ഡിവിഡൻഡ് അങ്ങനെയുള്ള എക്സ്ട്രാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ലഭിക്കും. ഇൻവെസ്റ്റിംഗ് മെത്തേഡിൽ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്, ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റെ കൂടെ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം SIP മെത്തേഡാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതിനെക്കുറിച്ച് മറ്റ് പല വീഡിയോകളിലും വിശദമായി പറഞ്ഞതുകൊണ്ട് ഇതിൽ പറയുന്നില്ല. വളരെ ശക്തമായൊരു ടൂളാണ് SIP. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവുമാണ് SIPയിൽ. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 4 തരം ട്രേഡിംഗ് പരിചയപ്പെട്ടു. ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.